അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ നടക്കുന്ന ദുറൂസുൽ ഇഹ്സാനിന്റെ പ്രധാനപ്പെട്ട ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തത് ചേർത്ത് എഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നബിചര്യ, ശുഹദാക്കൾ, ഉറക്കം, ഖുർആൻ, ഇൽമിന്റെ മജ്ലിസ്. ചോദ്യം 1, അള്ളാഹു അനുഗ്രഹിച്ചവരാണ് ആര്? ശുഹദാക്കൾ. പേജ് നമ്പർ 6 പറയുന്നുണ്ട്. 2, ഖുർആനിന്റെ വിശദീകരണമാണെന്ത്? നബിചര്യ. പേജ് നമ്പർ 9. ചോദ്യം 3, ആദരിക്കപ്പെടേണ്ടവയിൽ പ്രധാനമായതേതാണ്? ഖുർആനാണ്. പേജ് നമ്പർ 12. ചോദ്യം 4, പരലോക ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന ഏത്? ഉറക്കം. പേജ് നമ്പർ 33 പറയുന്നുണ്ട്. 5, സ്വർഗത്തോപ്പിൽപ്പെട്ടതാണ് ഏത്? ഇൽമിന്റെ മജ്ലിസ്. 16ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ശരി അടയാളപ്പെടുത്താനാണ്. അതിലൊന്ന്, രാത്രി വിരിപ്പിലേക്ക് ചെന്നാൽ ഓതേണ്ട സൂറത്ത്. ഇതിലേതാണ്? ഇഖ്ലാസ് ആണ്. പേജ് നമ്പർ 34 ഇത് പറയുന്നത്. 2, ഒരു കൊല്ലത്തെ ദോഷം പുറക്കുന്ന നോമ്പ് ഏതാണ്? ആഷൂറ നോമ്പാണ്. മുഹറം 10 നോമ്പ്, സുന്നത്ത് നോമ്പാണ്. പേജ് നമ്പർ 15 പറയുന്നത്. ചോദ്യം 3, ഓരോ ഭാഗത്തേക്കും എത്ര വീടുകളാണ് അയൽപ്പക്കം? ഉത്തരം 40 ആണ്. പേജ് നമ്പർ 26. ചോദ്യം 4, ദിക്ർ അല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെ? ഹൃദയത്തെയാണ്, കൽബിനെ. പേജ് നമ്പർ 28 അത് പറയുന്നത്. ചോദ്യം 5, അള്ളാഹുവിന്റെ കോപത്തെ തടയുമെന്ത്? ദുആ. അള്ളാഹുവിന്റെ കോപത്തെ തടയുമെന്ന് പറഞ്ഞത് ദുആന്റെ പാഠമായ 36ാമത്തെ പേജിലാണ്. നമുക്ക് മൂന്നാമത്തെ നോക്കാം. 2 വീതം എഴുതാമെന്നുള്ളതാണ്. അതിലൊന്ന്, ഖൈറിന്റെ വഴികൾ. അതിലൊന്ന് എന്താ എഴുതുക? പ്രസന്നമായ മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക. 2, രണ്ടാൾക്കിടയിൽ നീതി ചെയ്യുക. ഇനിയും പറഞ്ഞിട്ടുണ്ട്. 18ാമത്തെ പേജ് വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ചോദ്യം 2, നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ. ഏതൊക്കെ ദിവസങ്ങളാണ് നോമ്പ് സുന്നത്തുള്ളത്? ഇവിടെ 2 എഴുതാനുള്ളത്. മുഹറം 9ഉം 10ഉം എഴുതാം. ആഷൂറാ, തസുആ. അതേപോലെ അറഫ നോമ്പ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ ഇവിടെ എഴുതാവുന്നതാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ. ഇത് 15ാമത്തെ പേജിലാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം 3, ദുആഇന്റെ മര്യാദകൾ എന്തൊക്കെയാണ്? ഖിബലക്ക് മുന്നിടുക, ഇരു കൈകളും ഉയർത്തുക. 36ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. ചോദ്യം 4, ഇരുലോക നന്മ നൽകപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം നന്ദിയുള്ള കൽബ്, ദിക്ർ ചൊല്ലുന്ന നാവ്. 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 30ാമത്തെ പേജ് വായിച്ച് അത് പഠിക്കാവുന്നതാണ്. ക്ഷമിക്കുന്ന ശരീരം, അവളുടെ ശരീരത്തിലോ അവന്റെ സ്വത്തിലോ ഭർത്താവിനെ വഞ്ചിക്കാത്ത ഭാര്യ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ. 5ാമത്തേത് മദ്ഹബുകൾ. 4 മദ്ഹബുകളുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. നമ്മുടെ മദ്ഹബാകുന്ന ഷാഫി മദ്ഹബ്, അതുപോലെ ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ് എന്നീ ബാക്കി 2 കൂടെ ഉണ്ട്. ഓക്കെ. പേജ് നമ്പർ 9 ഇത് പറയുന്നത്. നമുക്ക് 4ാമത്തെ നോക്കാം. ഉത്തരം എഴുതാമെന്നതാണ്. അതിലൊന്ന്, 2 പ്രതിഫലമുള്ള സ്വതക്ക ഏതാണ്? കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കക്ക് 2 പ്രതിഫലമുണ്ട്. അതെങ്ങനെയാണ്? 1, സ്വതക്കക്കുള്ള പ്രതിഫലം. 2, കുടുംബബന്ധം ചേർത്തതിനുള്ള പ്രതിഫലം. പേജ് നമ്പർ 23 അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഓക്കെ. 2ാമത്തത്, ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ഉത്തരം ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. പേജ് നമ്പർ 20. ചോദ്യം 3, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം റമളാനിലെ അവസാന 10 ഒറ്റയായ രാവുകളിൽ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 15 അത് പറയുന്നുണ്ട്. ഓക്കെ. ചോദ്യം 4, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് എഴുതാനാണ്. അതെന്താണ്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാറ്റിനേക്കാൾ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. പേജ് നമ്പർ 3 ഇത് പറയുന്നത്. ചോദ്യം 5, വിശ്വാസപരമായുള്ള 2 ത്വരീഖത്തുകൾ ഏതൊക്കെയാണ്? അശ്അരി, മാതുരീദി. പേജ് നമ്പർ 9. ഇനി 6ാമത്തെ നോക്കാം. ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം ബാങ്ക് കേട്ടാൽ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. പേജ് നമ്പർ 13 പറയുന്നുണ്ട്.
ഇനി നമുക്ക് അഞ്ചാമത്തേലേക്ക് കടക്കാം. വ്യക്തമാക്കാനാണ്. അതിലൊന്ന്, നായക്ക് വെള്ളം കൊടുത്ത ആ കഥയുടെ ഗുണപാഠം എന്താണ്? സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കരുണ നേടാമെന്നതാണ് ആ കഥയുടെ ഗുണപാഠം. പേജ് നമ്പർ 18 അത് പറയുന്നുണ്ട്. വായിച്ചു നോക്കുക. ചോദ്യം 2, പള്ളിയെ ആദരിക്കൽ. പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക, അതേപോലെ ഭൗതിക സംസാരങ്ങൾ ഒഴിവാക്കുക, ശബ്ദം താഴ്ത്തി സംസാരിക്കുക മുതലായവ പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. പേജ് നമ്പർ 13 അത് പറയുന്നുണ്ട്. ചോദ്യം 3, നാവിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഗീബത്ത്, നമീമത്ത്, കദീബ്, ശത്മ്. പേജ് നമ്പർ 28 പറയുന്നുണ്ട്. ഇവയെല്ലാം നാവിന്റെ ദോഷങ്ങളാണ്. ചോദ്യം 4, സ്ത്രീകൾ അധികവും നരകത്തിൽ കാണാനുള്ള കാരണം എന്താണ്? ഉത്തരം, ശാപം അധികരിപ്പിക്കുകയും ഭർത്താവ് ചെയ്തു തന്ന ഗുണങ്ങൾ നിഷേധിക്കുകയും ചെയ്യും. പേജ് നമ്പർ 39 അത് പറയുന്നുണ്ട്. ഓക്കെ. ചോദ്യം 5, റൗള ഷരീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ. പേജ് നമ്പർ 16 അത് പറയുന്നുണ്ട്. ഇനി ആറാമത്തെ സാരം എഴുതാനാണ്, അർത്ഥം എഴുതാനാണ്. അതിലൊന്ന്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. എന്താണ് അർത്ഥം? ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. പേജ് നമ്പർ 36. ചോദ്യം 2, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പേജ് നമ്പർ 23 അത് പറയുന്നത്. ചോദ്യം 3, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ. പേജ് നമ്പർ 6. അവസാന ചോദ്യം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. പേജ് നമ്പർ 26 പറയുന്നത്. അതിന്റെ അർത്ഥം, ആരെങ്കിലും അള്ളാഹുവിലും അവസാന നാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് ടോപ്പ് പ്ലസ് നേടുക. അള്ളാഹു തആല നല്ല ഹിഫ്ള് നൽകുമാറാവട്ടെ. പരീക്ഷയിൽ ഉന്നത വിജയം നൽകുമാറാവട്ടെ. എനിക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.